ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ 2010-ൽ ഒരു ടെക്സ്റ്റ് എങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം എന്ന് നോക്കാം. അതിനുശേഷം ആ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ നിങ്ങളുടെ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ മുകളിൽ ഒരു ആരോ സിമ്പിൾ ആയി കാണുന്നതായി കാണാം. താഴെ നിങ്ങളുടെ ഡോക്യുമെന്റിനകത്തൊരു മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ ഒരു ക്രോസ് സിമ്പിളായി നിങ്ങളുടെ മൗസ് പോയിന്റർ മാറുന്നതായി കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സെൽ സെലക്ട് ചെയ്യുന്നതിനായി മൗസ് പോയിന്റർ ഒരു പെർട്ടിക്കുലർ സെല്ലിന് മുകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു തവണ ലെഫ്റ്റ് മൗസ് കീ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ ഒരു സെൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ കോളം നെയിമും അതോടൊപ്പം റോ നെയിമും ഇവിടെ സെലക്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഈ യെല്ലോ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെൽ സെലക്ഷനെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സെല്ലിന്റെ പേര് മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെല്ലിന് ഒരു പെർട്ടിക്കുലർ പേര് നൽകണമെങ്കിൽ ഇവിടെ കാണുന്ന നെയിം ബോക്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് സെല്ലിന് നെയിം നൽകാവുന്നതാണ്. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ സെൽ A1 കാറ്റഗറി എന്ന പേരുമായി റീപ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. അതുപോലെ മൈക്രോസോഫ്റ്റ് 2007-ലും 10-ലും വന്നിരിക്കുന്ന ഈ മേജർ ഓപ്ഷൻ ആണ് സെല്ലുകളെ റീനെയിം ചെയ്യുക എന്ന ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതിനായി ആദ്യം ഒരു സെൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതിയാകും. അതിനുശേഷം കീബോർഡിൽ എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സെൽ സെലക്ഷൻ അടുത്ത സെല്ലിലോട്ട് മാറിയിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് പോകണമെങ്കിൽ ടാബ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കീബോർഡിൽ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ ഉപയോഗിച്ചോ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സെല്ലിലോട്ടും നാവിഗേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ കോളത്തിന്റെ വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായി മൗസ് പോയിന്റർ കോളത്തിന്റെ സൈഡിലോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ ഡബിൾ സൈഡഡ് ആരോ ആയി നിങ്ങളുടെ മൗസ് പോയിന്റർ മാറിയിരിക്കുന്നതായി കാണാം. അതിനുശേഷം കീബോർഡിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ ഡ്രാഗ് ചെയ്യുക. ഡീഫോൾട്ടായി 64 പിക്സൽസ് ആയിരിക്കും കോളത്തിന്റെ വിഡ്ത്. നിങ്ങൾക്ക് വിഡ്ത് കുറയ്ക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ അകത്തോട്ട് ഡ്രാഗ് ചെയ്യുക. അതുപോലെ റോയുടെ വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ ഡ്രാഗ് ചെയ്യുക. താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുന്തോറും റോയുടെ വിഡ്ത് കൂടുന്നതായി കാണാം. ഡീഫോൾട്ടായ റോന്റെ വിഡ്ത് അല്ലെങ്കിൽ ഹൈറ്റ് 20 പിക്സൽ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിന്റെ കണ്ടന്റ് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അതായത് കാറ്റഗറി എന്ന പെർട്ടിക്കുലർ സെല്ലിൽ നിന്നും നമുക്ക് ഈ ഒരു സെക്ഷൻ, അതായത് D7-ലോട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പെർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് കോപ്പി ആണ് ചെയ്യേണ്ടതെങ്കിൽ കീബോർഡിൽ Ctrl+C പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ഈ കാണുന്ന കോപ്പി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തോ നിങ്ങൾക്ക് കണ്ടന്റ് കോപ്പി ചെയ്യാവുന്നതാണ്. കണ്ടന്റ് കോപ്പി ആവുമ്പോൾ ഇവിടെ ഒരു ആനിമേറ്റഡ് ഡോട്ടഡ് ലൈൻ വന്നതായി കാണാം. അതിനുശേഷം ഏത് സെല്ലിലാണോ നിങ്ങൾക്ക് കണ്ടന്റ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ Ctrl+V അല്ലെങ്കിൽ ഈ കാണുന്ന പേസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന കണ്ടന്റ് ഇവിടെ പേസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്തിരിക്കുന്ന കണ്ടന്റിന് ചുറ്റും നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ഡോട്ടഡ് ലൈൻ ആനിമേറ്റഡ് ആയി മൂവ് ചെയ്യുന്നതായി കാണാം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെയെല്ലാം ആണോ നിങ്ങളുടെ കണ്ടന്റ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്ത് Ctrl+V പ്രസ് ചെയ്താൽ കണ്ടന്റ് പേസ്റ്റ് ആവുന്നതായിരിക്കും എന്നതാണ്. ഇൻ കേസ് ഈ ഒരു പെർട്ടിക്കുലർ ഡോട്ടഡ് ലൈൻ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടന്റ് കോപ്പി ചെയ്യുവാൻ എനേബിൾഡ് അല്ല എന്നതാണ്. ഇനി അടുത്തതായി ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മറ്റൊരു സെക്ഷനിൽ പേസ്റ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ Ctrl+X പ്രസ് ചെയ്തോ അല്ലെങ്കിൽ ഈ കാണുന്ന സിസേഴ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം എവിടെയാണോ കണ്ടന്റ് പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെൽ സെലക്ട് ചെയ്ത് കീബോർഡിൽ Ctrl+V പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ അടുത്ത ഓപ്ഷനാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ. നമ്മൾ ഒരു കണ്ടന്റിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോർമാറ്റിംഗ് ഓപ്ഷൻസും കോപ്പി ചെയ്ത് മറ്റൊരു ടെക്സ്റ്റിന് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഫോർമാറ്റ് പെയിന്റർ.
നമുക്ക് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന്, അതായത് ഈ ഒരു സെല്ലിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാം. അതിനായി ആദ്യം നമുക്ക് സെൻട്രലൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്നീ ഓപ്ഷൻസ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ സെല്ലിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കണ്ടന്റ് മോഡിഫൈഡ് ആയിരിക്കുന്നതായി കാണാം. ഇനി ഇതിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് കോപ്പി ചെയ്യുന്നതിന് ഈ പെർട്ടിക്കുലർ ഫോർമാറ്റ് പെയിന്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന കണ്ടന്റിന്റെ ഫോർമാറ്റ് കോപ്പി ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതൊരു പെർട്ടിക്കുലർ സെല്ലിലാണോ ഈ പെർട്ടിക്കുലർ ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ സെൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മൗസ് പോയിന്റർ മേൽ നോക്കിയാൽ മനസ്സിലാകും ക്രോസ് സിംബലിനോടൊപ്പം തന്നെ ഒരു പെയിന്റ് ബ്രഷും വന്നതായി കാണാം. നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതേ ഫോർമാറ്റിംഗ് ഈ ഒരു ടെക്സ്റ്റിലും അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. അടുത്തതായി ഫോണ്ട് എന്ന സെക്ഷനിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ഫോണ്ട് അപ്ലൈ ചെയ്യുവാനും ടെക്സ്റ്റിനെ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ചെയ്യുവാനും സെല്ലിന് ബോർഡർ നൽകുന്നതിന്, സെല്ലിന് ഫിൽ കളർ നൽകുന്നതിന്, ഫോണ്ട് കളർ അപ്ലൈ ചെയ്യുന്നതിനും, ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യുന്നതിന്, ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനും, ഫോണ്ട് സൈസ് ചൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനെ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ സെൽ സെലക്ട് ചെയ്ത് ഇതിലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാം. അതിനായി സെൽ സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതിയാകും. നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് Ctrl+X ചെയ്യാം. സെൽ സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ Ctrl+V പ്രസ് ചെയ്യുക. ഇനി ഫോണ്ട് സെലക്ട് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കാണുന്ന ഫോണ്ട് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ 2010 അടങ്ങിയിരിക്കുന്ന ഫോണ്ടിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഫോണ്ടിന്റെ ഡിസ്പ്ലേ ഇവിടെ ഈ പെർട്ടിക്കുലർ വർക്ക് സ്പേസിൽ കാണാവുന്നതാണ്. ഏതൊരു പെർട്ടിക്കുലർ ഫോണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് മുകളിൽ മൗസ് പോയിന്റർ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫോണ്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഫോണ്ടിന്റെ മുകളിൽ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ഒരു തവണ അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെലക്ടഡ് ഫോണ്ട് ടെക്സ്റ്റിന്മേൽ അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഇവിടെ ഈ ടെക്സ്റ്റിന് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ഫോണ്ട് സൈസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ലിസ്റ്റിന് മുകളിൽ ഉള്ള ഒരു ഫോണ്ട് സൈസ് ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് സൈസ് മെൻഷൻ ചെയ്താൽ മതിയാകും. ഇപ്പോൾ 110 ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 110 മെൻഷൻ ചെയ്ത് കീബോർഡിൽ ഒരു തവണ എന്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ആവശ്യപ്രകാരം 110 എന്ന ഫോണ്ട് സൈസിൽ ടെക്സ്റ്റ് ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. ഇത് അൺഡു ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന അൺഡു എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ കീബോർഡിൽ Ctrl+Z പ്രസ് ചെയ്തോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഫോണ്ട് സൈസ് ഇവിടെ മെൻഷൻ ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഫോണ്ട് സൈസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പെർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഓരോ ഇന്റർവെല്ലിൽ ഫോണ്ട് സൈസ് കൂടുന്നതായി കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോണ്ട് സൈസ് കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഡീഫോൾട്ടായും മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ സെറ്റിംഗ്സ് എന്ന സെക്ഷൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫോണ്ട് സൈസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഡീഫോൾട്ടായി നമ്മൾ 11 സെറ്റ് ചെയ്തതിനാൽ ഇവിടെ 11 എന്ന ഫോണ്ട് സൈസ് ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്ന ഓപ്ഷൻ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഇനി ഇതിന് തൊട്ടടുത്തുള്ള ഈ പെർട്ടിക്കുലർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റിന് ഒരു ബോർഡർ നൽകുവാൻ സാധിക്കുന്നതാണ്. ഒരു സെല്ലിന് ബോർഡർ നൽകുന്നതിന് ഈ പെർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സെല്ലിന് ബോർഡർ ലൈൻ ഇൻസേർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. ബോർഡർ ലൈൻ ഇവിടെ ബേസിലാണ് ഇൻസേർട്ടഡ് ആയിരിക്കുന്നത്. നമുക്ക് ബേസിന് പകരം വേറെ ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ ആണ് ബോർഡർ ലൈൻ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഈ കാണുന്ന ആരോ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബോട്ടം ബോർഡർ, ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡർ, ഓൾ ബോർഡേഴ്സ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ ബോർഡർ ഇവിടെ നിന്നും ചൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ടിക്ക് ബോക്സ് ബോർഡർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ആ സെല്ലിന് ഒരു ബോർഡർ ഇൻസേർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡ്രോ ബോർഡേഴ്സ് എന്ന സെക്ഷനിൽ നിന്നും നിങ്ങളുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഡ്രോ ബോർഡർ ഗ്രിഡ് ഉപയോഗിച്ച് ബോർഡറിനൊപ്പം ഗ്രിഡും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ബോർഡർ ഇറേസ് ചെയ്യുന്നതിന് ഇറേസ് ബോർഡർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ലൈൻ കളർ, ലൈൻ സ്റ്റൈൽ, മൂവ് ബോർഡേഴ്സ് എന്നീ ഓപ്ഷൻസ് നമുക്ക് ബോർഡറിനെ കസ്റ്റമൈസ് ചെയ്യുവാൻ ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തതായി നമുക്ക് ഫിൽ കളർ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിന് ഒരു ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സെൽ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഫിൽ കളർ നിങ്ങൾക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഒരു കളർ ലിസ്റ്റിൽ നിന്നും ഒരു കളർ ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് തീം കളേഴ്സ് എന്ന സെക്ഷനിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്ത് ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യം അത് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ വർക്ക് സ്പേസിൽ നോക്കിയാൽ അതിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. ഇതെല്ലാമാണ് സ്റ്റാൻഡേർഡ് കളേഴ്സ് ആയി ലിസ്റ്റഡ് ആയിരിക്കുന്നത്. നമുക്കിപ്പോൾ യെല്ലോ ആണ് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇതിന്മേൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫോൺ കളർ ആണ് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയി ഫോൺ കളർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ഫോൺ കളർ ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോൺ കളർ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ റെഡ് കളർ ആണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഡാർക്ക് റെഡ് എന്ന കളറിന്മേൽ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മോർ കളേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കളേഴ്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ സ്റ്റാൻഡേർഡ്, കസ്റ്റം എന്നീ 2 ടാബ്സ് കാണാവുന്നതാണ്. ഇവിടെ നിന്നും ഏതൊരു കളർ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളർ ഇവിടെ ഫോൺ കളറായി ഇൻസേർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. നിങ്ങൾക്ക് കുറച്ച് സെൽസ് ഒരുമിച്ച് സെലക്ട് ചെയ്ത് അതിന് ഫിൽ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് സെൽസ് സെലക്ട് ചെയ്ത് ഇവിടെ ഈ കാണുന്ന ഫിൽ കളറിന്മേൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു കളർ ചൂസ് ചെയ്യാവുന്നതോ ആണ്. ഇപ്പോൾ ഇത്രയും സെക്ഷന് യെല്ലോ കളർ അപ്ലൈ ചെയ്തിരിക്കുന്നതായി കാണാം. ഇത്രയുമാണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ക്ലിപ്ബോർഡ് ഫോണ്ട് ഓപ്ഷൻസ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.